എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2015 മോഡൽ ട്രാവലറായിട്ടാണ്. അപ്പോൾ ആ ട്രാവലറിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങളായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഫ്രണ്ടിലത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ കേലിയർ, സൺസൈഡ്, പിന്നെ ഫുള്ള് പെയിൻ്റ് അടിച്ച് അതുമാതിരി ആ ഗ്രില്ല് കാര്യങ്ങൾ ബ്ലാക്ക് കളർ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റിക്കർ വർക്ക്, അതേപോലെ തന്നെ ബമ്പറിൻ്റെ സ്കർട്ട് കൊടുത്ത്, അതേപോലെ തന്നെ ലിപ്പും കൊടുത്തിട്ടുണ്ട്. പിന്നെ രണ്ട് ഫോഗ് ലാമ്പ് കാര്യങ്ങൾ അതും ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് വൈറ്റ് ഹെഡ്ലൈറ്റ് ആയിരുന്നു, അത് നമ്മൾ മാറ്റിയിട്ട് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മോഡൽ കഴിഞ്ഞാൽ BS4 മോഡൽ, അതായത് ആ ബ്ലാക്ക് ഷെയ്ഡുള്ള ടൈപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അത്രയാണ് ആ ഫ്രണ്ടിൽ കാര്യങ്ങൾ മാറ്റങ്ങൾ വരുത്തിയേക്കണേ. അവർ ബാക്കിയുള്ള വണ്ടീനായിട്ടും ഇത്തിരി കൂടി വ്യത്യാസപ്പെടുത്താൻ വേണ്ടിയിട്ട് സൈഡിൽ വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡിൽ വണ്ടി വൈറ്റ് അടിച്ചിട്ട് ഫിക്സഡ് ഗ്ലാസ് പോലെ തോന്നാൻ വേണ്ടിയിട്ട് കൂളിംഗ് അടിച്ച് ആ ബ്ലാക്ക് ബോർഡർ കൊടുത്തിട്ട് ഗ്ലാസ്സുമ്പോൾ കൂളിംഗ് കാര്യങ്ങൾ കൊടുത്തു. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡിലെ ബോഡി സ്റ്റിക്കറിന് മാച്ചായിട്ടുള്ള ബ്ലൂവും അമരിയ ബ്ലാക്കും ആ കാലിയർമയും അതേപോലെ തന്നെ വീൽ കപ്പ് സ്കർട്ടിങ്ങും കാര്യങ്ങളും കൊടുത്ത് അതങ്ങോട്ട് അവസാനിപ്പിച്ചു. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയ്ക്ക് തന്നെയാണ് ആ സൈഡിലെ കാര്യങ്ങൾ വരുന്നത്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു അഴക് കൂട്ടാൻ വേണ്ടിയിട്ട് അഡീഷണൽ ആയിട്ടുള്ളൊരു സംഭവം കൊടുത്തിട്ടുണ്ട്, ഈ സ്റ്റീലിൻ്റെ പൈപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർക്ക് ലൈറ്റ് സാധാരണ കൊടുക്കണ പോലെ തന്നെ. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അതായത് തമിഴ്നാട് വണ്ടിയാണ്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഗത്ത് ഇങ്ങനെ ഫിറ്റിങ്സ് ഉള്ള വണ്ടികൾ കുറവാണ്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ അതായത് കേരള ഫിറ്റിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയൊക്കെ നല്ല എന്താ പറയുക, നല്ല എൻക്വയറിയും കാര്യങ്ങളൊക്കെ ഉള്ള ഇതാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അവർ കുറേ വണ്ടികൾ കാര്യങ്ങളുള്ള പാർട്ടിയാണ്. അപ്പോൾ അവർക്ക് ഇപ്പോൾ ഒരു 3-4 കൊല്ലമായിട്ട് അവരുടെ വണ്ടി നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണതാണ്. അപ്പോൾ ഒരു 4 വണ്ടി ഒരു മോഡലാണെന്നുണ്ടെങ്കിൽ കളറുകൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിരിക്കും. 4 വണ്ടി ഒരു മോഡലാണെന്നുണ്ടെങ്കിൽ അടുത്ത 4 വണ്ടി എന്ന് പറഞ്ഞത് വേറെ ടൈപ്പിലാണ് നമ്മൾ ചെയ്ത് കൊടുക്കാറ്. അപ്പോൾ മുമ്പത്തെ വണ്ടികളുടെ ഫോട്ടോസ് കാര്യങ്ങളും വീഡിയോസും കാര്യങ്ങളും നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിടുന്നതാണ്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടി അതിൽ നിന്ന് കുറച്ചും കൂടി മാറ്റം വരുത്താമെന്നുള്ള കണ്ടീഷനിലാണ് നമ്മൾ ഫിക്സഡ് ഗ്ലാസ് പോലെ ചെയ്യാമെന്നുള്ളൊരു സെറ്റപ്പ് ചെയ്തത്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറഞ്ഞ രീതിയിൽ ഇൻറ്റീരിയലും കാര്യങ്ങളും എക്സ്റ്റീരിയറും ഇൻറ്റീരിയലാണെങ്കിലും ഫുള്ളായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് നോക്കാം. ഇനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബാക്ക് സൈഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് സൈഡിൽ കാലിയർമേ ലൈറ്റ് കൊടുക്കൽ, അതേമാതിരി തന്നെ ലാഡർ ഒരെണ്ണം ഫിറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു സ്റ്റെപ്പിന് കാലിയർ നോർമലായിട്ട് വലിയ അഡീഷണലായിട്ട് ചെയ്തിട്ടില്ല. സ്റ്റിക്കറും പെയിൻറ്റിങ്ങാണ് മെയിനായിട്ട് പുറത്ത് കൂടുതൽ ചെയ്തതാണ്. കാലിയർ അതേമാതിരി മോളിൽ നിന്ന് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ കാലിയർ, റെയിൻ ഗാർഡ്, സൈഡ് പൈപ്പ്, അതേപോലെ തന്നെ സ്കർട്ടിങ്, അതാണ് മെയിനായിട്ട് ഒറ്റ നോട്ടത്തിൽ നമ്മൾ പറയുക. പിന്നെ പെയിൻ്റ് അടിച്ച് സ്റ്റിക്കർ വർക്ക് കാര്യങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ ഒരു ഫിനിഷിങ്ങിലേക്ക് നമ്മൾ എത്തിക്കാനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. എത്തിയെന്നാണ് നമ്മുടെ വിശ്വാസം. അത് നിങ്ങൾക്ക് തന്നെ കണ്ട് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത്രയ്ക്ക് തന്നെയുള്ള ഈ പുറത്തെ കാര്യങ്ങൾ മാറ്റങ്ങൾ സിമ്പിളായിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കാമെന്നുള്ള കണ്ടീഷനിലാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മൾ പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത്. കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയാമെന്ന് പറഞ്ഞാൽ ഒരുപാട് ലെങ്ത് ആയിരിക്കും വീഡിയോ. അപ്പോൾ അത് കാരണം കൊണ്ട് ചെറുതാക്കി ഷോർട്ടാക്കിയിട്ട് ചെയ്തു എന്ന് മാത്രം. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഉള്ളിലത്തെ കാര്യങ്ങൾ നോക്കിയിട്ട് വരാം. അപ്പോൾ ഉള്ളിലത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഫുള്ള് പഴയ സാധനങ്ങളെല്ലാം ഊരി മാറ്റിയിട്ട് പുതിയതായിട്ടാണ് ചെയ്തതാണ്. ടോപ്പ് ഒരു കുറഞ്ഞ ടൈപ്പ് ടോപ്പ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുമാതിരി ബെർത്ത്, TV ക്യാബിൻ, അതുമാതിരി AC ക്യാബിൻ, അതുമാതിരി സൈഡ് പോസ്റ്റ്, കർട്ടൻ, പിന്നെ സൈഡ് ബേഡ് പഴയ തന്നെയായിരുന്നു, അതന്നെ വെച്ചിട്ടുണ്ട്. സീറ്റും പഴയ സീറ്റ് കാര്യങ്ങളായിരുന്നു, അതും അതന്നെ വെച്ചേക്കണേ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാറ്റ്ഫോം ചെയ്തിട്ടുണ്ട്. പ്ലാറ്റ്ഫോം ഫ്രണ്ട് മാത്രം നമ്മൾ പ്ലൈവുഡ് ഉണ്ടായിരുന്നില്ല ഫ്രണ്ടിൽ. അപ്പോൾ ആ ഫ്രണ്ട് മാത്രം നമ്മൾ പ്ലൈവുഡ് മാറി ചെയ്തു. ബാക്കി ബാക്കിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളിച്ച് നോക്കിയിട്ട് കുഴപ്പമുള്ള ഭാഗങ്ങൾ മാത്രം കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഫുള്ളായിട്ട് പുതിയ മാറ്റ് വിരിച്ചു. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ പ്ലാറ്റ്ഫോം പോലെ തോന്നുകയും ചെയ്യും. പിന്നെ 2 സ്റ്റെപ്പായിട്ട് നിൽക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടേക്ക് വെള്ളം ഇറങ്ങിയിട്ട് അടിഭാഗം പാച്ച് കാര്യങ്ങൾ വരും. അപ്പോൾ അത് കാരണം കൊണ്ട് ഫുള്ളായിട്ട് മാറ്റ് ഒട്ടിച്ചു. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാഷ് കമ്പനി ഡാഷ് തന്നെയായിരുന്നു. അതിൽ വുഡ് ഫിനിഷിങ് കാര്യങ്ങൾ കൊടുത്തിട്ട് അതും ചെയ്തു. അതുമാതിരി ആ സ്റ്റിയറിംഗ് വീല് ഫുള്ള് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഫുഡ് സ്റ്റെപ്പ് ഫൈബർ ടൈപ്പ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ ആക്കുമ്പോൾ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കീറി പോണ മെയിനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വീലാർച്ചിൻ്റെ ഭാഗം ഇത്തിരി ബൾജായിട്ട് നിൽക്കുന്ന ടൈപ്പാണ്. അപ്പോൾ ആ ടൈപ്പ് അവിടെ എപ്പോഴും ഈ മാറ്റ് കീറി പോണ ഒരു പ്രോബ്ലം ഉള്ളതാണ്. അപ്പോൾ അതിന് പകരമായിട്ട് അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫൈബറിൻ്റെ ഒരു ഫുഡ് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്.
അത്രയാണ് ഉള്ളിൽ കൊടുത്തേണത്. പിന്നെ സ്റ്റീരിയോ സിസ്റ്റം, അതായത് TV, സെറ്റ്, സ്പീക്കേഴ്സ് അതൊക്കെ പുതിയ തന്നെ വെച്ചിട്ടുണ്ട്. സെറ്റ് മാത്രം പഴയതായിരുന്നു, അത് പഴയത് വെച്ചു. TV നിലവിൽ വണ്ടിയിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ TV ക്യാബ് ഇല്ല എന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ TV ഉണ്ടായിരുന്നില്ല. അപ്പോൾ TV പുതിയത് വെച്ചു, TV ക്യാബിനടിച്ചു. പിന്നെ അത്രയ്ക്ക് തന്നെയാണ് ഉള്ളിൽ ചെയ്തത്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് വർക്ക് അത്യാവശ്യം പുറത്താണെങ്കിലും ഉള്ളിലാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലൈറ്റ് വർക്ക് കൊടുത്തിട്ടുണ്ട്. അത് ആർക്കും ഒരു ബോറിംഗ് ഇല്ലാത്ത കണ്ടീഷനിൽ സിമ്പിളായിട്ട് ചെയ്ത് അവസാനിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്കുള്ള നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.